പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ ഒന്നുമുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അനുഗ്രഹപ്പെട്ട ഒരു ചിന്ത ഈ 12-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. യഹോവ അബ്രഹാമിന് അരുളി ചെയ്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പുതുഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലുള്ള സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. വളരെ മനോഹരമായ ഒരു ചിന്തയാണിന്ന് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അബ്രഹാമിനെ ദൈവം ഒരുപാട് സ്നേഹിച്ചു. അബ്രഹാമിന്റെ ഏതൊക്കെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണോ അബ്രഹാം ആയിരിക്കുന്നത്, സ്വന്തക്കാർക്കോ ചാർച്ചക്കാർക്കോ പിതൃഭവനക്കാർക്കോ ഒന്നും തൻ്റെ ഉൾത്തടത്തിലെ വേദന എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയാതിരിക്കുമ്പോൾ, അബ്രഹാമിനെ ഏറ്റവും സ്നേഹിക്കുന്ന കർത്താവ് ആ അബ്രഹാമിനോട് വ്യക്തിപരമായി സംസാരിക്കുകയാണ്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണം. ഈ കാലം മുഴുവനും കൂടാരത്തിനകത്ത് ജീവിച്ച് കൂടാരത്തിലെ ദുഃഖങ്ങളും സന്തോഷങ്ങളും പരാജയങ്ങളൊക്കെ അനുഭവിച്ച് അവിടം കൊണ്ട് ലൈഫ് തീർന്നു പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്ന ഈ ഭക്തനോട് ദൈവം പറയുക, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ പോകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മോട് ദൈവം എന്താണ് സംസാരിക്കുന്നത്? ദൈവം സംസാരിക്കുന്ന ദൈവത്തിന്റെ സംഭാഷണത്തിന് വേണ്ടി നമ്മുടെ കാതുകൾ നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടോ? പലപ്പോഴും പലതരത്തിലുള്ള പ്രയാസങ്ങൾ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോഴും പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോഴും പലരിൽ കൂടെയാണ് ദൈവം നമുക്ക് വേണ്ടി പല തലങ്ങളെ ഒരുക്കി തരുന്നത്. ഇവിടെ അബ്രഹാമിനെ നോക്കി, ഇവിടെ അബ്രഹാമിനോട് സംസാരിക്കുന്ന ദൈവത്തെ നോക്കി. അബ്രഹാമിനെ മാത്രം ദൈവം സെലക്ട് ചെയ്യാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ലൈഫിന്റെ തകർച്ച കണ്ടിട്ടല്ല ദൈവം അദ്ദേഹത്തെ സെലക്ട് ചെയ്തത്. അബ്രഹാമിൽ കൂടെ ഒരു ദൈവികമായ പദ്ധതികൾ വെളിപ്പെടുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ദൈവത്തിനുള്ളത് കൊണ്ടാണ് അബ്രഹാമിനെ ദൈവം സെലക്ട് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ നേരിടുന്ന ഏത് പ്രശ്ന സാഹചര്യത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്? ഇതുവരെ നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു വ്യത്യാസം ഉണ്ടാകാൻ കഴിയാതെ നിങ്ങൾ ഭാരപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ഇന്ന് അബ്രഹാമിനോട് സംസാരിച്ച ദൈവത്തിൽ കൂടെ നിങ്ങളോട് സംസാരിക്കുകയാണ്. നമ്മുടെ ലൈഫിനകത്ത് നമുക്ക് ഉയരുവാൻ കഴിയാത്ത, നമ്മളെ മുന്നോട്ട് വിടാൻ കഴിയാത്ത ഏതെങ്കിലും സാഹചര്യത്തിലാണോ നാം അകപ്പെട്ടിരിക്കുന്നത്? വിടേണ്ടതെല്ലാം വിടുക. അത് പാപമാകാം, ലോകചിന്തകളാകാം, അനാവശ്യമായിട്ടുള്ള ചില ബന്ധങ്ങളാകാം. ജീവിതത്തിനകത്ത് ഒരു അനുഗ്രഹം പ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ പലതും വിടേണ്ടത് അത്യാവശ്യമാണ്. ഫിലിപ്പി ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഫിലിപ്പിയ ദൈവസഭയ്ക്ക് വേണ്ടി വളരെ വ്യക്തമായിട്ട് സന്ദേശം കൈമാറുമ്പോൾ അദ്ദേഹം പറയുന്നതായ 1-2 വാക്യങ്ങളുണ്ട്. 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഒന്നും ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതും മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ടും ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമബലയോടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടും. അപ്പോൾ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നമ്മളെ മുന്നോട്ട് വിടാൻ കഴിയാതെ നാം പിടിച്ചിരിക്കുന്ന പലതും നാം വിടാൻ നാം റെഡിയാണെങ്കിൽ, അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, അബ്രഹാമിന്റെ ചരിത്രത്തെ മാറ്റിയ ദൈവം, അബ്രഹാമിനെ ബഹുജാതികൾക്ക് പിതാവാക്കി മാറ്റിയ ദൈവം, അബ്രഹാമിന്റെ ജീവിതത്തിന്റെ സകല തകർച്ചകളെ മാറ്റിയ ദൈവം
ഇന്ന് പകൽക്കാലം നിങ്ങളോട് വിളിച്ചു പറയുന്നു, ജീവിതത്തിൽ നിനക്കൊരു വ്യത്യാസം ഉണ്ടാകണോ? ജീവിതത്തിനകത്ത് ഒരു വിജയം കരസ്ഥമാക്കണോ? നാം പിടിച്ചിരിക്കുന്ന പലതും നാം വിടേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നാം സ്വാധീനിക്കുന്ന ഏതാണോ അതിനെ വിട്ട്, അതിനെ മറന്നുകൊണ്ട് ഇനിയുള്ള കാലം ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കട്ടെ. അബ്രഹാമിനോട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ സഹായിക്കും, നീ ഭൂമിയിലുള്ള സകലതിന് നീ ഒരു അനുഗ്രഹമായി മാറും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. വിശ്വസ്തയോടെ നടന്ന ഭക്തന്റെ ജീവിത ചരിത്രത്തെ മാറ്റിമറിച്ച ആ ദൈവീയ ശബ്ദം, ആ ദൈവത്തിൻ്റെതായ ഇടപെടലുകൾ അബ്രഹാമിൻ്റെ ജീവിതത്തെ മുഴുവനായി താൻ കിടന്ന സാഹചര്യത്തിൽ നിന്ന് തന്നെ വ്യത്യസ്തനായ തലത്തിലേക്ക് ദൈവം മാറ്റി. ഈ പോകുന്ന ദേശത്തെക്കുറിച്ചുള്ള മുന്നറിവുകൾ അബ്രഹാമിനില്ല, ഈ ദേശത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അബ്രഹാമിനില്ല. എന്നാൽ ദൈവം നമ്മോടൊരു കാര്യം പറഞ്ഞാൽ അതിനോട് മറുത്തു നിൽക്കാനല്ല ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. അനുസരിക്കുക, അതാണ് അനുസരിക്കുന്ന യാഗത്തെക്കാട്ടിലും ശ്രദ്ധിക്കുന്ന മുട്ടാളുടെ മേധസ്സെക്കാട്ടിലും ഉത്തമമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവശബ്ദത്തിന് വേണ്ടി കാതുകൾ വിട്ടുകൊടുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. മാറ നാഥ.